പട്ടാളം വന്നാലും ഞങ്ങളുടെ രമേശിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ആൾക്ക് വേണ്ടി ഞങ്ങളും മരിക്കും. ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാലേ കൊത്തി എഴിഞ്ഞ് കൊച്ചി കായലിൽ കളയും പോലീസേ. നേതാവിന്റെ വീട്ടിൽ വന്ന് ഷോ കാണിച്ചാലേ തോളത്ത് മാത്രമല്ല കണ്ണിൽ നക്ഷത്രം കയറും. മേലാളന്മാരുടെ ഉത്തരവ് ശിരസ വഹിക്കാൻ വിധിക്കപ്പെട്ട നിന്നെ പോലുള്ള കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് തലച്ചോറിന്റെ ആവശ്യമില്ല. ഒബേ ഒബേ ദ ഓർഡർ. ഒബേ. കേവലം ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത താനൊക്കെ എന്തിനാണോ യൂണിഫോം ഇട്ട് നടക്കുന്നത്? സാർ, അത് വളരെ രഹസ്യമായ നീക്കമായിരുന്നു. പക്ഷേ പബ്ലിക് എങ്ങനെയാ അത് മണത്തറിഞ്ഞു? പിന്നെ താൻ എന്ത് കരുതിയാ പോയത്? സാർ, രവിയുടെ വീട്ടിൽ 5 മിനിറ്റുള്ളിൽ എത്തിയെങ്കിൽ പ്രതി രക്ഷപ്പെടുന്ന സാർ തന്നെയല്ലേ എന്നെ വിളിച്ചു പറഞ്ഞ്. അപ്പോൾ കിട്ടാവുന്ന ഫോഴ്സ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മതി, നിർത്ത്. എനിക്കങ്ങ് തലസ്ഥാനത്ത് ഇരിക്കാൻ പൊറുതിയില്ല. വളരെ കാലത്തെ മോഹമാണ് CM-നോട് ഇരന്നു വാങ്ങിയ ഈ മന്ത്രിസ്ഥാനം. അവിടെ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടണോ? സർ, CI മാർട്ടിനെ രവി വധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തമായ ഒരു അന്വേഷണത്തിന് ശേഷം പോരെ അറസ്റ്റും മറ്റു നടപടിയൊക്കെ? നീതി നിർവഹണത്തിന് പോലീസിനെ എൻകറേജ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട കളക്ടർ ഒരു കുറ്റവാളിയെ കുറിച്ച് എങ്ങനെ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയെന്ന? അയാൾ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും 48 മണിക്കൂറിനുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ എന്റെ ഇരിപ്പിടത്തെ ബാധിക്കും. മനസ്സിലായോ? മേസ്തിരിയുടെ ചിത എരിയുമ്പോൾ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ സ്നേഹിതന്റെ അരികിൽ രവിശങ്കറും ഉണ്ടാകും, അല്ലെ? റൈറ്റ്. അവന്റെ അമ്മയുടെ ബഹുജന മുന്നേറ്റ മുന്നണിയുടെ കോട്ടയ്ക്ക് പുറത്ത് അവനെ തനിച്ചു കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരം. അധോലോകങ്ങളുടെ നായകൻ, ദ ഗ്രേറ്റ് അണ്ടർവേൾഡ് ഡോൺ ശ്രീ രവിശങ്കർ കൊല്ലപ്പെട്ടു. നാളത്തെ പത്രത്തില് മുൻ പേജിൽ തനിക്കത് വായിക്കാൻ. പല വഴിക്ക് ഞാൻ നോക്കി മടുത്തു. ഇപ്രാവശ്യമെങ്കിലും രവിശങ്കറിനെ ഒന്ന് ഇല്ലായ്മ ചെയ്തു തരണം. 2 ഷാർപ്പ് ഷൂട്ടേഴ്സിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ രവിശങ്കറിനെയും കാത്ത് അവരുണ്ടാവും. അവരുടെ കൂടെ നിങ്ങളുടെ ആൾക്കാരും ഉണ്ടാവണം. പോലീസുമായുള്ള ഒരു എൻകൗണ്ടറിലാണ് ഇത് സംഭവിച്ചതെന്ന് പത്രക്കാർ എഴുതും.
രവി രവി എവിടെ? അമ്മയും രാധയും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ അച്ഛാ? രവി എന്താ വരാത്തെ? അവനെന്തെങ്കിലും? ഒന്നും സംഭവിച്ചില്ല, സുഖമായിട്ടിരിക്കുന്നു. അവനെ കൊണ്ട് മറ്റുള്ളവർക്കല്ലേ ബുദ്ധിമുട്ട്. അരുത് മോനെ. ഇതിനെല്ലാം കാരണം അവനല്ലേ അമ്മേ. ഭയന്നിട്ട് റോഡിലിറങ്ങാൻ നിവൃത്തിയില്ലാതായി. പണ്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അവനെ വളർത്തുന്ന രീതി ശരിയല്ലെന്ന്. മാനമോ പോയി, ഇനി ജീവൻ പോകുന്ന എപ്പോഴാണെന്ന് ആർക്കറിയാം. എനിക്ക് അവനെ ഒന്ന് കാണണം, സംസാരിക്കണം. അവൻ ഈ പരിസരത്തെങ്ങാനും വന്നാൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ പുറത്ത് ഞാൻ പോലീസിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ അച്ഛനെ പോയി കണ്ടിരുന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങയുടെ നല്ല മനസ്സിന് ഒന്നും സംഭവിക്കില്ല. ഈ പരിസരത്ത് എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്ന കമ്മീഷണറുടെ ഓർഡർ. പക്ഷേ സാർ ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. മറ്റുള്ളവരെ കൂടി കൊല്ലിക്കാൻ ഇറങ്ങിയതാണോ നീ? എന്താ ഹരിയേട്ടന് ജീവനിൽ അത്ര കൊതിയാണോ? എടാ, പെണ്ണും പെടക്കോഴി ഇല്ലാത്ത നിനക്ക് മേലുകീഴ് നോക്കാതെ കളിക്കാമല്ലോ. എടാ, എന്റെ ഭാര്യ നിന്റെ ഏട്ടത്തി 2 മാസം ഗർഭിണിയാണ്. അവരെ നീ അനാഥമാക്കരുത്. എന്നെ മാറ്റി നിർത്തിയേ ഹരിയേട്ടൻ എന്നും ചിന്തിച്ചിട്ടുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്കോ ജനിക്കാനിരിക്കുന്നവർക്കോ ഞാനൊരിക്കലും ഒരു ബാധ്യതയാവില്ല. എന്റെ വഴിയും കാലവും ഞാൻ എന്നെ നിർണയിച്ചു കഴിഞ്ഞു. ചിതയ്ക്ക് തീ കൊളുത്താൻ, ആത്മാവിന് പുണ്യം കിട്ടാൻ എന്നും അച്ഛന്റെ അരികിൽ ഹരിയേട്ടനുണ്ടാവണം. എന്നെ ചൊല്ലി കുടുംബത്തെ നകന്നു പോകരുത്.